നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അത്യാഹിതത്തിൽ ആരോഗ്യമേഖല, ആളിക്കത്തി BJP പ്രതിഷേധം. കേരളത്തിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലായെന്ന് കെ സുരേന്ദ്രൻ. ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയുണ്ടായാൽ പ്രതിഷേധത്തിലേക്കെന്ന ഡോക്ടർമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. അവശ്യമരുന്ന് സംഭരണത്തിലും അനാസ്ഥ. അനുവദിച്ചത് ആവശ്യമായ തുകയുടെ 1/3 മാത്രം. വീണ ജോർജിന്റെ നിയമസഭാ മറുപടി ജനം TVക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോർമെട്രി ഫീസ് കുത്തനെ കൂട്ടി. പ്രതിഷേധവുമായി കൂട്ടിരിപ്പുകാർ. VSന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത്. വെന്റിലേറ്റർ സംവിധാനം തുടരും. ചികിത്സയിൽ ആവശ്യമെങ്കിൽ ഉചിതമായ മാറ്റം വരുത്തും. പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക നയമെന്ന് DGPയുടെ വാർത്താ സമ്മേളനത്തിൽ. സുരക്ഷാ വീഴ്ച. മാധ്യമ പ്രവർത്തകരെന്ന പേരിൽ കടന്നുകയറിയ ഒരാൾ. അന്വേഷിക്കാൻ പോലീസ്. ഇന്ത്യ വ്യാപാര കരാർ ഉടനെന്ന് അമേരിക്ക. ട്രംപ് മോദി ബന്ധം ശക്തമെന്ന് വൈറ്റ് ഹൌസ്. അതിർത്തി പുനർനിർണയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ചൈന. കൃത്യമായ മാർഗരേഖ ഉണ്ടാക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇലോൺ മസ്ക് രാഷ്ട്രീയത്തിലേക്ക്. അമേരിക്ക പാർട്ടി രൂപീകരണം ഉടൻ. കടപരിധി ഉയർത്തുന്ന പുതിയ ബിൽ പാസാക്കിയാൽ ഉടൻ പ്രഖ്യാപനം. ജനതയുടെ ശബ്ദമാകുമെന്ന് മസ്ക്. ഇന്റർ മിയാമി വിടാൻ മെസ്സി. ലോകകപ്പിന് മുൻപ് മറ്റൊരു ക്ലബിലേക്കെന്ന സൂചന. ബാഴ്സലോണയിൽ തിരികെ എത്തുമെന്ന റിപ്പോർട്ട്. ക്ലബ് ലോകകപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി അട്ടിമറിച്ച് അൽ ഹിലാൽ ക്വാർട്ടറിൽ. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിലെ ആരോഗ്യമേഖലയെ വെന്റിലേറ്ററിലാക്കിയതിനുള്ള അവാർഡ് മന്ത്രി വീണ ജോർജിന് നൽകണമെന്ന് കെ സുരേന്ദ്രൻ. മന്ത്രിയായതിനു ശേഷം വീണ ജോർജിന് മറ്റു പല കാര്യങ്ങളിലുമാണ് ശ്രദ്ധ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയ്ക്കെതിരെ BJP നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആരോഗ്യമേഖലയ്ക്ക് കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ആവശ്യത്തിന് ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ കണക്ക് പുറത്തുവിടാൻ മന്ത്രി തയ്യാറുണ്ടോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അവരുടെ ആരോഗ്യത്തിനും കുടുംബത്തിന് ആരോഗ്യത്തിനും അല്ലാതെ കേരളത്തിലെ പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ താല്പര്യമില്ലാത്ത മന്ത്രിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. അവര് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു, വിദ്യാസമ്പന്നയാണ്, കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടാവേണ്ട ആളാണ്. പക്ഷെ അവര് മന്ത്രിയായതിനു ശേഷം അവരേതോ കൊമ്പത്തിരിക്കുന്നത് പോലെയാണ്. അവർ മന്ത്രിയായതിനു ശേഷം അവരുടെ ഡ്യൂട്ടി അത് ഡിസ്ചാർജ് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യമില്ല. വേറെ പല കാര്യങ്ങളിലുമാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയതിനുള്ള അവാർഡ് കൊടുക്കേണ്ട മന്ത്രിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നമ്പർ 1 കേരളം എന്നാണ് പറയുന്നത്. എന്തിനാണ് നമ്പർ 1? മരുന്നില്ലാത്തതിൽ നമ്പർ 1, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിൽ നമ്പർ 1, ഡോക്ടർമാരില്ലാത്തതിൽ നമ്പർ 1, നഴ്സുമാരില്ലാത്തതിൽ നമ്പർ 1, ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാത്തതിൽ നമ്പർ 1, ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാത്തതിൽ നമ്പർ 1, ഹെൽത്ത് ഇൻസ്പെക്ടർമാരില്ലാത്ത കാര്യത്തിൽ നമ്പർ 1. എന്താ നമ്പർ 1? കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, കേരളത്തിലെ
ആരോഗ്യ മേഖലയുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധ സമരം ഉണ്ടാകും എന്ന് തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും മനസ്സിലാക്കേണ്ടത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്, അല്ലേ? രോഹിണി, കേരളത്തിലെ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കി എന്നതാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോഗ്യവകുപ്പിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ആ ആരോപണം എത്രമാത്രം ശരിയാണ് എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ഏകദേശം ഒരു 2-3 മാസത്തെ കാലത്തെ കാര്യങ്ങൾ മാത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 2 മാസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അവർക്ക് ആവശ്യമായ അധ്യാപകർ ഇല്ല എന്ന് പറഞ്ഞ് സമരം നടത്തുന്നത്. അതിനുശേഷം കൊച്ചിയിലാകട്ടെ ജനറൽ ആശുപത്രിയിൽ കറണ്ട് ഇല്ലാത്തതിനെ തുടർന്ന് ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആവശ്യത്തിൽ യന്ത്രങ്ങൾ, അതായത് ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ല എന്നതിൻ്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. പിന്നാലെ തന്നെ കോഴിക്കോട്ട് OP ടിക്കറ്റിൻ്റെ പേരിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇതിലെല്ലാം തന്നെ ആദ്യ പ്രതിഷേധവുമായി എത്തുന്നത് BJP ആണ്. ആദ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം തന്നെ ഒരു മുതൽക്കൂട്ട് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററാക്കിയതിലുള്ള 1ാം സമ്മാനം, അതിൽ ഉള്ള അവാർഡാണ് വീണ ജോർജിന് നൽകേണ്ടത്. മരുന്നില്ലാത്ത കാര്യത്തിൽ നമ്പർ 1 ആയിട്ടുള്ള, ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം നൽകാത്തതിൽ നമ്പർ 1 ആയിട്ടുള്ള, ആശാ പ്രവർത്തകർക്ക് ഓണറേറിയം നൽകാത്തതിൽ നമ്പർ 1 ആയിട്ടുള്ള, മരുന്ന് കൊള്ള നടത്തുന്നതിൽ നമ്പർ 1 ആയിട്ടുള്ള, അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്നതാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഡോക്ടർ ന്യൂറോളജി വിഭാഗത്തിലെ HOD ആയിട്ടുള്ള ഹാരിസ് നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന അന്വേഷണങ്ങളുടെ തുടർച്ച എന്ന നിലയ്ക്ക് കൂടുതൽ അന്വേഷണം വേണം, നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിലൊരു ഉന്തും തള്ളും തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ ആ സമരത്തിൽ പങ്കാളിയാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ BJP വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയിരിക്കുകയാണ് സർക്കാരും മന്ത്രിയും ചേർന്ന് എന്നതാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. രോഹിണി, ശരി. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അവശ്യമരുന്ന് സംഭരണത്തിലും സർക്കാരിന്റെ കടുംവെട്ട്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചത് ആവശ്യമായ തുകയുടെ 1/3. ഫണ്ട് കുറവ് സമ്മതിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിയമസഭാ മറുപടി. ജനം TVക്ക് ജനം ബ്രേക്കിംഗ്. സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും കെടുകാര്യസ്ഥതയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തള്ളിവിടുന്നത് വലിയ അപകടത്തിലേക്കെന്ന് തെളിയിക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന കണക്കുകൾ. ഒരു വശത്ത് ദൂർത്തു തുടരുമ്പോഴാണ് സർക്കാർ ആശുപത്രികളിലെ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കാതെ സർക്കാർ പ്രതിസന്ധിയിലാക്കുന്നത്. ആശുപത്രികളിലേക്ക് അവശ്യമരുന്നുകൾ സംഭരിക്കാൻ ആവശ്യമായ പണം നൽകാനും സർക്കാർ തയ്യാറല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ നിയമസഭാ രേഖകൾ. മരുന്ന് സംഭരണത്തിന് ആവശ്യമായ തുകയായി 2024-25 സാമ്പത്തിക വർഷത്തേക്ക് ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പുകൾ ആവശ്യപ്പെട്ടത് 934.28 കോടി രൂപ. എന്നാൽ ബഡ്ജറ്റിൽ വകയിരുത്തിയത് 356.4 കോടി രൂപ മാത്രമാണ്. മരുന്ന് ക്ഷാമം തീവ്രാവസ്ഥയിലായപ്പോൾ 150 കോടി കൂടി സർക്കാർ അനുവദിച്ചു. ആകെ 506.4 കോടി രൂപ. ആവശ്യമായ തുകയിൽ നിന്നും 427.88 കോടി രൂപയുടെ കുറവ്. 2025-26 സാമ്പത്തിക വർഷത്തെ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ കണക്കെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമാണ്. അവശ്യമരുന്ന് സംഭരണത്തിനായി വകുപ്പുകൾ ആവശ്യപ്പെട്ടത് 1014.92 കോടി രൂപ. എന്നാൽ ബഡ്ജറ്റിൽ വകയിരുത്തിയത് വെറും 356.4 കോടി രൂപ മാത്രം. ആകെ ആവശ്യമുള്ളതിന്റെ 1/3 മാത്രം അനുവദിച്ചപ്പോൾ ആവശ്യമായ തുകയും അനുവദിച്ച തുകയും തമ്മിലുള്ള വ്യത്യാസം 658.52 കോടി രൂപ.
2025 മാർച്ച് മാസത്തിൽ നിയമസഭയിൽ നൽകിയ മറുപടിയിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെയാണ് ഫണ്ടിലെ ഈ കുറവുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്നുക്ഷാമം ഉണ്ടാകുന്നുവെന്ന വാർത്ത നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നു. സർക്കാർ ആശുപത്രികളിൽ മരുന്നെത്തിക്കുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ഫണ്ട് ക്ഷാമം തലവേദനയാകുന്നുണ്ട്. കുടിശ്ശിക പെരുകുന്നതോടെ ഭാവിയിൽ മരുന്ന് വിതരണം സ്വകാര്യ കമ്പനികൾ അവസാനിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൂട്ടിരിപ്പുകാർക്കുള്ള ഡോർമെട്രി ഫീസ് മുന്നറിയിപ്പില്ലാതെ വർദ്ധിപ്പിച്ചു. APL വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പ്രതിദിന ഫീസാണ് 100-ൽ നിന്ന് 150 രൂപയായി ഉയർത്തിയത്. അന്തിയുറങ്ങാൻ മറ്റിടമില്ലാത്തതിനാലും പണമില്ലാത്തതിനാലും ആശുപത്രിക്ക് മുന്നിലെ വെയിറ്റിംഗ് ഏരിയയിൽ ആളുകൾ കിടന്നുറങ്ങുന്ന കാഴ്ചയും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഗോകുൽ K. വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വെയിറ്റിംഗ് ഏരിയയാണിത്. നമുക്കിവിടെ കാണാം, നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ കിടക്കുകയാണ്. ഇത് പകലിലെ മാത്രം കാഴ്ചയല്ല, രാത്രിയും ഇതാണ് അവസ്ഥ. ഇതുപോലെ ആയിരിക്കില്ല. ഈ ഏരിയ മുഴുവൻ നിറഞ്ഞു കവിയും പായകളും മറ്റും വിരിച്ചുകൊണ്ട് ഇവിടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ സമയം നീക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് രാത്രിയിൽ ഇവിടെ വന്നാൽ കാണാൻ കഴിയുക. ഇത്തരത്തിൽ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഡോർമെട്രിയിൽ ഫീസ് വർദ്ധിപ്പിക്കുന്ന നടപടിയുമായിട്ട് ആശുപത്രിയുടെ വികസന സമിതി മുന്നോട്ടേക്ക് പോകുന്നു. 100 കണക്കിന് രോഗികളായിരിക്കും രാത്രിയിലൊക്കെ ഇവിടെ അന്തിയുറങ്ങുന്നത്. ഇവിടെ കിടന്നുകൊണ്ടുറങ്ങുക മാത്രമല്ല ചെയ്യുക, ഈ ബെഞ്ചിലും മറ്റും ഇരുന്നിട്ടും ഇവിടെയുള്ള കസേരയിലും മറ്റും ഇരുന്ന് നേരം വെളുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് രാത്രിയിൽ ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ പല ആളുകളും വിശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ ഡോർമെട്രിയുടെ ഫീസ് വർദ്ധിപ്പിച്ചുകൂടി രോഗിയുടെ കൂട്ടിരിപ്പുകാർക്ക് തിരിച്ചടി നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധം എന്തായാലും ശക്തമാണ്. രോഗിയുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് ഒരു 100 രൂപ എന്നുള്ള 150 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് തൊട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ബില്ലടക്കം നോക്കുമ്പോഴാണ് ഈ കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇത് നഷ്ടത്തിലാണ്, അങ്ങനെ ഒരു രീതിക്കാണ് ആശുപത്രി ഇവരൊക്കെ പറയുന്നത്, സെക്യൂരിറ്റി ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ 100 രൂപ ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത്. കഷ്ടപ്പെട്ട് എങ്ങനെയോ 100 രൂപ ആക്കിയിട്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ എത്ര ദിവസം കിടക്കണം ഒന്നും അറിയില്ല. ഇപ്പം ഞാൻ വന്നിട്ട് ഒരു 5 ദിവസമായി. ഇനിയിപ്പോൾ ഒരു 5 ദിവസം കൂടി മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജും കാര്യങ്ങളുള്ളൂ. ഇവിടെ ആഴ്ചകളായിട്ടും മാസങ്ങളായിട്ടും കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും വലിയൊരു ബാധ്യതകളായിട്ട് മാറുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ടെസ്റ്റുകളും മരുന്നുകളൊക്കെ വലിയ വില ടെസ്റ്റും മരുന്നൊക്കെ പുറത്തേക്കാണ് എഴുതുന്നത്. ഇതും എല്ലാം കൂടി നമുക്ക് താങ്ങാനാവില്ല. ഫുഡിൻ്റെ വേറെ കുറേയൊക്കെ സന്നദ്ധ സംഘടനകൾ ഫുഡും കാര്യങ്ങളും തരുന്നുണ്ട്. ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾ ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്താം. അപ്പോൾ ഇവർ വാടക കൂടി കൂടുക, അതുപോലെ തന്നെ ഇവരെ പരമാവധി ഇവിടെയുള്ള ആൾക്കാരെയും കൂടി അക്കമായിട്ട് അങ്ങോട്ടേക്ക് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. മൃഗങ്ങളെയൊക്കെ പോലെ പരിഗണിക്കുന്ന പോലെയാണ് ഈ രോഗികളെ അവരുടെ കൂട്ടിരിപ്പുകാരുടെ ആശുപത്രി അധികൃതർ പരിഗണിക്കുന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ റൂഫൊക്കെ പൂർണ്ണമായിട്ടും ചോരുന്നതാണ്. ഈ രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ ശുചിമുറിയൊക്കെ പൂർണ്ണമായിട്ടും തകരാറിലായതാണ്. ഒരു രീതിയിലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ജനങ്ങളെ ഇങ്ങനെ വഴിയിൽ തെരുവിൽ കളയുന്നത് പോലെ കളഞ്ഞുകൊണ്ട് എവിടുന്നാണോ പൈസ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ ആ രീതിയിൽ പൈസ സ്വരൂപിക്കാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രോഗികൾ ദുരിതത്തിലാണ്. അവർക്ക് സാധിക്കുന്ന പോലെയൊക്കെ അവർ പ്രതിഷേധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദുരവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഈ ഡോർമെട്രിയുടെ ഫീസ് വർദ്ധിപ്പിച്ച നടപടിയിൽ നിന്ന് അധികാരികൾ പിന്മാറണമെന്നുമാണ് എന്തായാലും രോഗികൾ ആവശ്യപ്പെടുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സർജറി വാർഡിലേക്ക് രോഗികളെ കൊണ്ടുപോകാൻ ലിഫ്റ്റില്ല. പകരം രോഗികളെ സർജറി വാർഡിലേക്ക് എത്തിക്കുന്നത് സ്ട്രക്ചറിൽ പടികളിലൂടെ കയ്യിൽ ചുമന്ന്. അപകടകരമായ രീതിയിൽ രോഗികളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വർഷങ്ങളായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സർജറി സംബന്ധമായ ചികിത്സ തേടിയെത്തുന്നവർ നേരിടേണ്ടി വരുന്ന ദുരിതമാണിത്. ആശുപത്രിയിലെ സർജറി വാർഡ് പ്രവർത്തിക്കുന്നത് ലിഫ്റ്റില്ലാതെ. ഇതുമൂലം രോഗികളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും തിരികെ വാർഡിലേക്കും എത്തിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയാണ്. ആശുപത്രി ജീവനക്കാരും രോഗികളുടെ ബന്ധുക്കളും മറ്റു രോഗികളുടെ കൂട്ടിരിപ്പുകാരും ചേർന്നാണ് കുത്തനെയുള്ള പടവുകളിലൂടെ സ്ട്രക്ചറിൽ ചുമന്നു കൊണ്ടുപോകുന്നത്. അപകടകരമായ രീതി തുടരുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയില്ല. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ
സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ പടികൾ കയറ്റി ചുമന്നുകൊണ്ട് പോകുന്ന വളരെ ദയനീയമായ കാഴ്ച കാണാനിടയായി. അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കണം. സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് ശരീരം അനക്കാതെ ലിഫ്റ്റിൽ കൂടെ ബെഡിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പടികൾ കയറ്റി കുലുക്കിക്കൊണ്ട് വളരെ ദയനീയമായ സാഹചര്യത്തിൽ ചുമന്നുകൊണ്ടു പോകുന്ന സാഹചര്യം, അത് ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ്. അടിയന്തരമായി ഇത് പരിഹരിക്കണം. അത് പരിഹരിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ആശുപത്രി കെട്ടിടത്തിലെ 3-ാം നിലയിലാണ് സർജറി വാർഡ്. ഓപ്പറേഷൻ തിയേറ്റർ 2-ാം നിലയിലും. നിലവിൽ 2-ാം നില വരെ മാത്രമാണ് ലിഫ്റ്റ് ഉള്ളത്. അതാകട്ടെ വർഷങ്ങൾ പഴക്കം മൂലം നിരന്തരം കേടാവുകയും ചെയ്യും. ധനകാര്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രിയായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും BJP നേതൃത്വം വ്യക്തമാക്കി. ജനം, കൊല്ലം. അശാസ്ത്രീയ ചികിത്സകളെ പൂട്ടാനൊരുങ്ങിയ ആരോഗ്യവകുപ്പ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗീകാരമില്ലാത്ത അക്യുപങ്ചർ, ഹിജാമ, റെക്കി തുടങ്ങിയവയെല്ലാം നിരോധിക്കാനാണ് ആലോചന. മലപ്പുറത്തെ 1 വയസ്സുകാരന്റെ മരണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. സംസ്ഥാനത്ത് അശാസ്ത്രീയ ചികിത്സകൾ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നീക്കം. ഇത്തരം ചികിത്സകളെ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. TCMC രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്ത എല്ലാ ചികിത്സകളും നിരോധിക്കും. അക്യൂപങ്ചർ, ഹിജാമ, റേക്കി തുടങ്ങിയ ചികിത്സകൾക്ക് പൂട്ടുവീഴും. പോലീസിന്റെ കൂടി സഹായത്തോടെ ആയിരിക്കും ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. രഹസ്യമായി പ്രവർത്തിക്കുന്ന വ്യാജ ചികിത്സാ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ പോലീസിന്റെ സഹായത്തോടെ പരിശോധന കർശനമാക്കും. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് കൃത്യമായി ചികിത്സ ലഭിക്കാതെ 1 വയസ്സുകാരൻ മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. കുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ എത്തിയിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിച്ച് ഞരമ്പുകൾ നീർക്കെട്ടി പൊട്ടിയിരുന്നു. മരണകാരണം തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതാണ് അശാസ്ത്രീയ ചികിത്സകൾക്കെതിരെ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പിനെ പ്രേരിപ്പിച്ചത്. അശാസ്ത്രീയ ചികിത്സാ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ ശേഷമായിരിക്കും നടപടി. ഇത്തരം അശാസ്ത്രീയ ചികിത്സാ കേന്ദ്രങ്ങൾ കൂടുതലായും പ്രവർത്തിക്കുന്നത് മലബാർ ജില്ലകളിലാണ്. കൂടാതെ ശാസ്ത്രീയ ചികിത്സകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബോധവൽക്കരണവും സംഘടിപ്പിക്കും. ജനം, മലപ്പുറം. സംസ്ഥാനത്തെ 41ാമത് പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിൽ നിന്ന് അധികാര ബാറ്റൺ ഏറ്റുവാങ്ങിയാണ് DGPയായി ചുമതലയേറ്റത്. വീരമൃത്യു വരിച്ച പോലീസുകാരുടെ ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം റവാഡ ചന്ദ്രശേഖർ ഗാർഡ് ഓഫ് ഓണർ ആദരവും സ്വീകരിച്ചു. ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് അധികാരത്തിന്റെ ബാറ്റൺ റവാഡ ചന്ദ്രശേഖറിന് കൈമാറി. വീരമൃത്യു വരിച്ച പോലീസുകാരുടെ ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം റവാഡ ചന്ദ്രശേഖർ ഗാർഡ് ഓഫ് ഓണർ ആദരവും സ്വീകരിച്ചു. സ്പെഷ്യൽ ഗാർഡ്, ജൻ സല്യൂട്ട്, പ്രീസൺ ആംസ്. വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ തിരികെ എത്താൻ സാധിച്ചതിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പുതിയ DGP റവാഡ ചന്ദ്രശേഖർ നന്ദി അറിയിച്ചു. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെയായിരിക്കും പോരാട്ടങ്ങൾ. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും. അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള വിവാദ സംഭവങ്ങളിൽ മറുപടിയില്ല. തിരിച്ചുവരവിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. മുന്നോട്ട് പോകുക എന്നതാണ് പ്രധാന ആവശ്യം. ജനം, തിരുവനന്തപുരം. സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയെടുത്ത ശേഷം റവാഡ ചന്ദ്രശേഖർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ. മാധ്യമപ്രവർത്തകന്റെ കാർഡുമായി കടന്നുകയറിയ മുൻ പോലീസുകാരൻ തനിക്ക് 30 വർഷമായി നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചപ്പോഴാണ് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചത്. തനിക്ക് നീതി കിട്ടാത്തതിന്റെ രേഖകൾ ഉയർത്തിക്കാട്ടിയ കണ്ണൂർ സ്വദേശി ബഷീറിനെ പോലീസുകാർ നയത്തിൽ വാർത്താസമ്മേളന മുറിയിൽ നിന്ന് മാറ്റി.
DGPയുടെ വാർത്താ സമ്മേളന വേദിയിൽ അപ്രതീക്ഷിതമായിട്ടാണ് പുറത്തുനിന്നും മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനെ കണ്ണൂർ സ്വദേശിയായ BP ബഷീർ എന്ന ആൾ കയറി വരുന്നത്. താനൊരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. 30 വർഷത്തെ സർവീസിൽ താൻ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് DGP മറുപടി പറയണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് പുറത്തെത്തിയ ബഷീർ മാധ്യമങ്ങളോട് പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചത്. അല്ല, ഇവിടെ എല്ലാം പറഞ്ഞിട്ടാണല്ലേ അങ്ങോട്ട് വന്നത്. അല്ല, എന്നെ ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. നിർബന്ധപൂർവ്വം എന്നെ അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. യൂണിഫോം ഇട്ട ഒരാള്, ഞാൻ പേര് നോക്കിയില്ല, ഒരു ഇസ്മാൻ എന്ന് പറഞ്ഞ ഓൺലൈൻ ഗൾഫിൽ ഒരു ഇതുണ്ട്. അല്ല, ഞാൻ ഈ ഫംഗ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടോളാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. താൻ മുൻ പോലീസുകാരനാണെന്നും ഗൾഫിലുള്ള മാധ്യമത്തിന്റെ ലേഖകനാണെന്നും പറഞ്ഞ ബഷീർ മുത്തങ്ങയുമായി ബന്ധപ്പെട്ട സിനിമയിൽ തന്റെ പേര് ദുരുപയോഗം ചെയ്തു തുടങ്ങിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. എന്താണ് കൃത്യമായ പരാതി എന്ന ചോദ്യങ്ങൾക്ക് താനൊരു ചായ കുടിച്ചിട്ട് എല്ലാം പറയാമെന്ന് പലതവണ ബഷീർ മറുപടി പറഞ്ഞു. ജനം, തിരുവനന്തപുരം. പോലീസ് ആസ്ഥാനത്തെ സുരക്ഷാ വീഴ്ചയിൽ AIG G പൂങ്കുഴലിക്ക് അന്വേഷണ ചുമതല. DGPയുടെ വാർത്താ സമ്മേളനത്തിന് മാധ്യമപ്രവർത്തകൻ എന്ന പേരിലെത്തിയ ആൾ ബഹളം വെച്ചതിലാണ് അന്വേഷണം. പൂക്കോട് വെറ്ററിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉടൻ കെട്ടിവയ്ക്കണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാര തുകയായ 7 ലക്ഷം രൂപ 10 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവയ്ക്കണമെന്ന് കോടതി. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ ഹർജി സമർപ്പിക്കുന്നതിലെ കാലതാമസം എന്തുകൊണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും കോടതി അറിയിച്ചു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച്? രോഹിണി, സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക നൽകണമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാരിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 2024 ഒക്ടോബറിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിരുന്നില്ല. പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കിയിരുന്നു. തുടർന്ന് ഈ ജൂലൈ 10-ാം തീയതി ഈ പറയുന്ന ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചു. തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ പ്രതിരോധം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതായത് നഷ്ടപരിഹാര തുക അത് നിർദ്ദേശം നൽകാനായിട്ട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷന് നിയമപരമായിട്ട് ബാധ്യതയില്ല, അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണമെന്നുള്ളതായിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ആവശ്യം. ഈ ഹർജി ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച സമയത്താണ് ഒക്ടോബറിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇറക്കിയ ഉത്തരവിനെതിരെ എന്തുകൊണ്ടാണ് ഇത്രയധികം വൈകിട്ട് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്, കാലതാമസം എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കൂടാതെ തന്നെ ഈ 7 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക 10 ദിവസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കാനായിട്ടും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ ഹർജിയിലെ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിലപാട്. കൂടാതെ തന്നെ എന്തുകൊണ്ടാണ് ഹർജി സമർപ്പിക്കാനായിട്ട് കാലതാമസം ഉണ്ടായത്, ഇത് വ്യക്തമാക്കണമെന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചു. അത് വിശദീകരണം എന്നുള്ള രീതിയിൽ നൽകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്നാലും 10 ദിവസത്തെ സാവകാശം ഈ നഷ്ടപരിഹാര തുക രജിസ്ട്രിയിൽ കെട്ടിവെക്കാനായിട്ട് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്തതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അലംഭാവം ഉണ്ട് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. ഈ ഹർജിയിൽ പ്രധാനമായിട്ടും സർക്കാർ ഉന്നയിക്കുന്നത് ഈ കേസിൽ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പരാതിയുമായിട്ട് വന്നിട്ടുള്ള സന്ദീപ് വചസ്പതി അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേസുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ല. സാധാരണ രീതിയിൽ മനുഷ്യാവകാശ കമ്മീഷന് ഉത്തരവിടാൻ സാധിക്കുന്നത് ഒരുപക്ഷെ സ്വമേധയാ, അതുമല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതുമല്ലെങ്കിൽ ഈ കേസുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ. സന്ദീപ് വചസ്പതി ഈ കേസുമായിട്ട് നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ് നിയമപരമായിട്ട് അത് തങ്ങൾക്ക് നടപ്പിലാക്കുന്നതിന് ബാധ്യതയില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. പക്ഷേ വാദഗതികളിലേക്കൊന്നും ഹൈക്കോടതി കടന്നിട്ടില്ല. മറിച്ച് ഈ 7 ലക്ഷം രൂപ 10 ദിവസത്തിന്
ദിവസത്തിനുള്ളിൽ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 10 ദിവസത്തിന് ശേഷം ഈ സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ, ഈ ഒരു ഉത്തരവിറക്കാനായിട്ടുള്ള അധികാരം ഇതടക്കമായിരിക്കും ഹൈക്കോടതി പരിശോധിക്കുക. ഒപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറി ഹാജരാകുന്ന കാര്യത്തിൽ വേണമെങ്കിൽ കമ്മീഷന് മുന്നിൽ സർക്കാരിന് ഒരു അപേക്ഷ സമർപ്പിക്കാമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. നിലവിലെ വെന്റിലേറ്റർ സംവിധാനം തുടരും. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിനു പുറമെ മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ 7-അംഗ സംഘം പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. ചികിത്സയിൽ ആവശ്യമെങ്കിൽ ഉചിതമായ മാറ്റം വരുത്തും. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, പറയൂ. രോഹിണി, കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിലാണ് വ്യക്തമായിട്ടുള്ള ഈ കാര്യം പറയുന്നത്. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്യുറേറ്റ് ഒരു വൃക്ക ഫെയിലിയർ അല്ലെങ്കിൽ ഒരു കിഡ്നി ഫെയിലിയർ രോഗിക്ക് നൽകുന്ന ഒരു റീപ്ലേസ്മെൻറ്റ് കണ്ടിന്യൂസ് ഒരു ഡയാലിസിസ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡയാലിസിസ് രീതി തുടരാനായിട്ട് ഇപ്പോൾ ചേർന്ന മെഡിക്കൽ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഏത് ആൻറ്റിബയോട്ടിക്കുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തുടരാനാണ് നിർദ്ദേശം. ചികിത്സാ രീതിയിൽ എപ്പോഴെങ്കിലും മാറ്റം വരുത്താൻ ആവശ്യമുണ്ടെങ്കിൽ അത് ആ മാറ്റം വരുത്തും. നിലവിൽ SUT ആശുപത്രിക്ക് മെഡിക്കൽ സംഘത്തിന് പുറമേ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 7-അംഗ വിദഗ്ധ സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ചികിത്സാ രീതികൾ മാറ്റാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഡയാലിസിസും ആൻറ്റിബയോട്ടിക്കുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ നൽകിക്കൊണ്ടിരിക്കുന്നതിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള കിഡ്നി ഇഞ്ചുറി ഉള്ളവർക്ക് നൽകുന്ന ഡയാലിസിസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത്. അതായത് ഏതാണ്ട് 9 ദിവസമായിട്ട് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലാണ്. ആ വെന്റിലേറ്റർ സംവിധാനത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. രോഹിണി. ശരി ടിൻഡു, VSന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതവും US-ഉം തമ്മിലുള്ള വാണിജ്യ ധാരണ സംബന്ധിച്ച് പ്രതീക്ഷയുണർത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ധാരണ വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നും S ജയശങ്കർ പറഞ്ഞു. ഇന്ത്യൻ പ്രതിനിധി സംഘവുമായുള്ള ചർച്ചകൾ US-ൽ പുരോഗമിക്കുകയാണ്. കാർഷികോൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതി സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച തുടരുകയാണ്. വിവിധ മേഖലകളിൽ താരിഫ് നിരക്ക് ഏകീകരിക്കുന്ന സംബന്ധിച്ചുള്ള ചർച്ചകളുമാണ് പുരോഗമിക്കുന്നത്. വാണിജ്യ ധാരണ വൈകാതെ നടപ്പാക്കും എന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിരുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരതവും US-ഉം തമ്മിലുള്ള വാണിജ്യ ധാരണകൾ പ്രതീക്ഷയുണർത്തുന്നത് തന്നെയാണോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും? രോഹിണി, തീർച്ചയായും പ്രതീക്ഷയുണർത്തുന്ന ചർച്ചകളാണ് പുരോഗമിക്കുന്നത് എന്നാണ് S ജയശങ്കർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. S ജയശങ്കർ പറയുന്നതനുസരിച്ച് ഈ ആഴ്ചയിൽ തന്നെ, അതായത് വൈകാതെ തന്നെ ഈ തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ഈ വാണിജ്യ ചർച്ചകൾ സംബന്ധിച്ച് ഒരു അന്തിമ ധാരണ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. അമേരിക്കയും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പ്രധാനമായും കാർഷികോൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും സംബന്ധിച്ച അധിക താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച ചർച്ചകളാണ്. ആ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിലൊരു അന്തിമ തീരുമാനമായാൽ ഈ ചർച്ചകളിൽ അന്തിമ ധാരണയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചകൾ ശക്തമായി പുരോഗമിക്കുന്നു എന്നും അറിയുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 25 വർഷത്തിലേറെയായി മികച്ച വാണിജ്യബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ സാധ്യതകൾ വളരെയധികം വലുതാണ്, സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അന്താരാഷ്ട്ര നിരീക്ഷകരും എല്ലാം തന്നെ വിലയിരുത്തുകയും S ജയശങ്കർ പോലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ചർച്ചകൾ അതിവേഗം നടക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ജൂലൈ 9-ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അധിക താരിഫ് ഏർപ്പെടുത്തുന്നതിന് 90 ദിവസത്തെ മരവിപ്പിക്കൽ നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ മരവിപ്പിച്ച കാലാവധി ജൂലൈ 9-ന് അവസാനിക്കാനിരിക്കുമ്പോൾ ഈ മാസം 8-ന് തന്നെ ചർച്ചകൾ അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അതിലൊരു അന്തിമ തീരുമാനം എത്തുക എന്ന ലക്ഷ്യമാണ് ചർച്ചകൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായി ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ ആഴ്ച തന്നെ വൈകാതെ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോടുകൂടി അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഒരുപക്ഷെ അതിന് നേരത്തെയും കാര്യങ്ങൾ നടപ്പാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട്. ശരി, ഐസൺ ജൂസാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതവുമായി അതിർത്തി പുനർനിർണയം സംബന്ധിച്ച ചർച്ചകൾക്ക് തയ്യാറെന്ന് ചൈന. ചർച്ചകൾ തുടരുന്നതിന് കൃത്യമായ മാർഗരേഖ ഉണ്ടാക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും പരസ്പരം പ്രത്യേകം പ്രതിനിധികളെ നിയമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. രാജ്യസുരക്ഷ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് 1 ലക്ഷം കോടിയുടെ ആയുധ കരാറിന് ഇന്ത്യ.
കര, നാവിക, വ്യോമ സേനകൾക്ക് പുതിയ ആയുധങ്ങൾ വാങ്ങാനാണ് തീരുമാനം. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കുമാണ് മുൻഗണന നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധ പർച്ചേസിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. നേരത്തെ 2000 കോടി രൂപയുടെ പ്രതിരോധ കരാറിന് അനുമതി നൽകിയത് കൂടാതെയാണ് 1 ലക്ഷം കോടിയുടെ ആയുധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. കരാറിന്റെ ഭാഗമായി ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന തദ്ദേശീയ മിസൈൽ സംവിധാനം സജ്ജീകരിക്കും. ഇവ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വ്യോമസേനയ്ക്കായി 3 ചാരവിമാനങ്ങൾ വാങ്ങാനും പദ്ധതിയുണ്ട്. ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ കണ്ടെത്തുന്നതിനും തകർക്കുന്നതിനുമായി മൂർ മൈനുകൾ വാങ്ങാനും തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ള സുഖോയ് 30 വിമാനങ്ങൾ പരിഷ്കരിക്കുന്നതിനും തുക മാറ്റും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നിർമ്മിത തദ്ദേശീയ ആയുധങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ സാഹചര്യത്തിലാണ് തദ്ദേശീയ ആയുധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീകരവാദമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒരു രാജ്യം അയൽരാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും കണ്ണടച്ചിരിക്കുന്നത് ശരിയല്ലെന്നും അത് പരസ്യമായി വിളിച്ചു പറയേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ പരാമർശിച്ചു. ആഗോള സമൂഹത്തിന് വരുത്തിവെച്ച നാശങ്ങൾ തുറന്നുകാട്ടുകയാണ് ഇതിനുള്ള പോംവഴിയെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. To act, to protect and to uphold those very values and human rights that terrorism seeks to destroy. Excellencies, friends, terrorism is one of the gravest threats to humanity. It is the antithesis of everything that the UN stands for: human rights, rules and norms, and how nations should conduct their dealings with each other. When terrorism is supported by a state against a neighbor, when it is fueled by the bigotry of extremism, when it drives a whole host of illegal activities, it is imperative to call it out publicly. And one way of doing so is to display the havoc that it has wreaked on global society. യുദ്ധക്കപ്പലായ INS തമാലിന്റെ കമ്മീഷനിംഗ് ഇന്ന് റഷ്യയിൽ. വെസ്റ്റേൺ നേവൽ കമാൻഡർ വൈസ് അഡ്മിറൽ സഞ്ജയ് ജയ്സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യയുടെയും റഷ്യയുടെയും സർക്കാർ പ്രതിരോധ ഉദ്യോഗസ്ഥരും ചടങ്ങിന്റെ ഭാഗമാകും. റഷ്യൻ സഹകരണത്തോടെ നിർമ്മിച്ച ഭീമൻ യുദ്ധക്കപ്പലിന്റെ 26% ഭാഗങ്ങളും നിർമ്മിച്ചത് ഭാരതത്തിലാണ്. കടലിലും കരയിലും ലക്ഷ്യമിടാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ തമാലിലുണ്ടാകും. തുഷീൽ ക്ലാസിലെ 2ാമത്തെ കപ്പലാണിത്. ഭാവിയിൽ നാവികസേനയ്ക്ക് ആവശ്യമായ കപ്പലുകളെല്ലാം ഭാരതത്തിലാകും നിർമ്മിക്കുക. അതിനാൽ അവസാനമായി ഇറക്കുമതി ചെയ്യുന്ന യുദ്ധക്കപ്പലാണ് INS തമാൽ. As the ship took shape, so did her crew. Established at Karwar in July 2024, Team Tamal undertook pre-deployment specialist training. ഉത്തർപ്രദേശ് ലഖ്നൌവിലെ മലിഹബാദിൽ വനായുധവേട്ട. 13 തോക്കുകൾ, 3000 തിരകൾ എന്നിവ പിടിച്ചെടുത്തു. മലിഹബാദ് പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഹക്കിം സലാഹുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ആയുധശേഖരം പിടിച്ചത്. മലിഹാബാദ് പോലീസ് സ്റ്റേഷനിൽ നിന്നും 100 മീറ്റർ അകലെ മാറിയാണ് ഹക്കിം സലാഹുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ നിന്നും വൻ ആയുധശേഖരം പിടികൂടിയത്. 13 തോക്കുകൾ, 3000 തിരകൾ എന്നിവ പിടിച്ചെടുത്തതായി പോലീസ് വ്യക്തമാക്കി. തോക്ക് കൈവശം വയ്ക്കുന്നതിന് ഇയാൾക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സലാഹുദ്ദീൻ സ്ഥിരം ആയുധക്കടത്തുകാരനാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കാവഡ് തീർത്ഥയാത്ര ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് ആയുധവേട്ട എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം സലാഹുദ്ദീന്റെ ഫോണിൽ പാകിസ്ഥാൻ, ദുബായ് ഫോൺ നമ്പറുകൾ പോലീസ് കണ്ടെത്തി. രാജ്യത്താകമാനം ആയുധങ്ങൾ കടത്തുന്ന സംഘത്തിന്റെ ഭാഗമാണോ സലാഹുദ്ദീൻ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ബംഗാളിൽ നിന്നും സമാനമായ രീതിയിൽ നേരത്തെ ആയുധങ്ങൾ പിടിച്ചിരുന്നു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനവും തീപിടുത്തവും. 7 മരണം റിപ്പോർട്ട് ചെയ്തു. 5 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരെ വിരുദുനഗർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശിവകാശിക്കടുത്ത് ചിന്നക്കമൻപട്ടിയിലെ പടക്ക നിർമ്മാണശാലയിലാണ് അപകടമുണ്ടായത്. ശിവകാശിയിൽ കഴിഞ്ഞ വർഷവും സമാനമായ അപകടം റിപ്പോർട്ട് ചെയ്തിരുന്നതായി വിരുദുനഗർ SP അറിയിച്ചു.
തെലങ്കാന കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 45ആയി. ഫാക്ടറിക്കുള്ളിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. സംഭവത്തിൽ തെലങ്കാന സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തനിച്ചു മത്സരിക്കാൻ സാധ്യത. മഹാവികാസ് അഘാഡിയിൽ അവഗണന നേരിടുന്നുവെന്ന് നേതാക്കൾ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ മഹാരാഷ്ട്ര മഹാവികാസ് അഘാഡി സഖ്യത്തിൽ വിള്ളൽ വീണിരുന്നു. ത്രിഭാഷാ നയത്തെ എതിർക്കുന്നതിൽ ഒരുമിച്ച് നിന്നെങ്കിലും മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ സഖ്യത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസിനുള്ളിൽ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. മഹാവികാസ് അഘാഡിയിൽ അവഗണന നേരിടുന്നു എന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം പാർട്ടിയുടെ അടിത്തറയായ ന്യൂനപക്ഷ വോട്ടുകൾ ശിവസേനയ്ക്ക് പോകുന്നതിൽ കോൺഗ്രസിന് ആശങ്കയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. രാജ് താക്കറെയുടെ MNSുമായി ഉദ്ധവ് വിഭാഗം ലയന ചർച്ചകൾ ആരംഭിച്ചതും കോൺഗ്രസ് സംശയത്തോടെയാണ് കാണുന്നത്. തനിച്ച് മത്സരിക്കുന്നതിനുള്ള താൽപര്യം ശിവസേനയും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. തെക്കേ അമേരിക്കൻ രാജ്യമായ സുരിനാമിന്റെ നാഷണൽ അസംബ്ലി ചെയർമാനായി അശ്വിൻ അഥിൻ. ഭാരതവംശജനായ അശ്വിൻ സംസ്കൃതത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സുരിനാം അസംബ്ലിയിൽ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന രണ്ടാമത്തെയാളാണ് അശ്വിൻ അഥിൻ. ओम अग्नेम व्रतपतेम व्रतम चरिष्यामि तक्षम केयम तन्मे राधयाताम इद्य महम अनय नृतात सत्य मु पैती. Het geen betekent. Ik beloof dat ik mijn plicht nauwgezet en ijverig zal vervullen. Ik beloof de Surinaamse grondwet trouw te zijn. Ik werk integer en behandel iedereen rechtvaardig, gelijkwaardig en met respect. Om swasti na indro vridhashravaham, swasti na pukha vishwavedaham, swasti na star. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. അതിജീവിതയെ അപമാനിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മദൻ മിത്ര, കല്യാൺ ബാനർജി എന്നിവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. അതേസമയം അതിജീവിതയെ കാണാൻ BJP നിയോഗിച്ച വസ്തുതാന്വേഷണ സംഘത്തിന് ബംഗാൾ സർക്കാർ അനുമതി നിഷേധിച്ചു. അഭിഭാഷകനായ സത്യം സിംഗ് രാജ്പുത്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത്. കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം എന്നാണ് ആവശ്യം. അതിജീവിതയ്ക്കും കുടുംബത്തിനും സാക്ഷികൾക്കും സുരക്ഷ നൽകണമെന്നും വിദ്യാർത്ഥിനിക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. അതിജീവിതയെ അപമാനിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മദൻ മിത്ര, കല്യാൺ ബാനർജി എന്നിവർക്കെതിരെ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യമുണ്ട്. അതേസമയം BJP നിയോഗിച്ച വസ്തുതാന്വേഷണ സംഘത്തിന് അതിജീവിതയെ കാണാനുള്ള അനുമതി ബംഗാൾ സർക്കാർ നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നടപടി. അതേസമയം സ്ത്രീകൾക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ ബംഗാളിൽ പ്രതിഷേധം കനക്കുകയാണ്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. കടപരിധി ഉയർത്തുന്ന പുതിയ ബിൽ പാസാക്കിയാൽ പുതിയ പാർട്ടി ഉടൻ രൂപീകരിക്കുമെന്ന് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. അമേരിക്കൻ ജനതയുടെ ശബ്ദമാകും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബദലാകുന്ന പുതിയ അമേരിക്ക പാർട്ടിയെന്നും മസ്ക് എക്സിൽ കുറിച്ചു. കടപരിധി 5 ട്രില്യനായി ഉയർത്തുന്നതിനുള്ള ബിൽ പാസാക്കാനുള്ള ട്രംപിന്റെ ശ്രമം നടക്കുന്നതിനിടെയാണ് മസ്കിന്റെ പ്രഖ്യാപനം. കായംകുളം വള്ളിക്കുന്നം സ്വദേശി ശശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മിനി മുത്തൂറ്റിന്റെ കുറത്തിക്കാട് ശാഖയിൽ നിന്ന് 4 പേർ ഇന്നലെ ശശിയുടെ വീട്ടിലെത്തിയിരുന്നതായി സ്ഥിരീകരണം. മിനി മുത്തൂറ്റിലെ ജീവനക്കാരൻ ശശിയുടെ മരുമകൾക്ക് ഭീഷണി സന്ദേശം അയച്ചിരുന്നതായും ശശിയുടെ മരണവാർത്ത അറിഞ്ഞതോടെ സന്ദേശം ഡിലീറ്റ് ചെയ്തതായും ബന്ധുക്കൾ വള്ളിക്കുന്നം പോലീസിൽ മൊഴി നൽകി. ഭീഷണിക്ക് പിന്നാലെയാണ് ശശി മരിച്ചതെന്നും വീട്ടുകാരുടെ മൊഴി. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭീഷണിയാണോ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയത്?
രോഹിണി, മിനി മുത്തൂറ്റിലെ ജീവനക്കാർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തുകയും ശശിയുമായി ഏറെ നേരം സംസാരിക്കുകയും അതിനുശേഷം ശശിയുടെ മരുമകൾക്ക് ഭീഷണി സന്ദേശം അയക്കുകയും ചെയ്തിരുന്നതായാണ് ഇപ്പോൾ ശശിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച മൊഴി പോലീസിന് നൽകിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. ഇത്തരത്തിലുള്ള ഭീഷണിയാണ് ശശി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നത് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നാണ് മിനി മുത്തൂറ്റിലെ ജീവനക്കാർ പറയുന്നത്. എന്നാൽ എന്തിന് അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ അവർ തയ്യാറാവുന്നുമില്ല. അവർ പറയുന്നത് മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ആ മെസ്സേജ് പിന്നീട് ഡിലീറ്റ് ചെയ്തതെന്നാണ്. എന്നാൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു എന്നാണ് മരുമകൾ ആര്യ നമ്മളോട് പറഞ്ഞിട്ടുള്ളതും. അത്തരത്തിൽ ഒരു ഭീഷണി അല്ല എങ്കിൽ ആ മെസ്സേജ് സൂക്ഷിക്കേണ്ടതും മുത്തൂറ്റിലെ ജീവനക്കാരുടെ ആവശ്യമായിരുന്നു. എന്നാൽ അത്തരത്തിൽ സൂക്ഷിക്കാതെ അത് ഡിലീറ്റ് ചെയ്തതിലൂടെ അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന ആരോപണം ശരിവെക്കുകയാണ് ചെയ്യുന്നത്. സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസും ആക്കിയിട്ടുള്ളത്. ഈ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് വീണ്ടെടുക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഇത്തരമൊരു ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ, അതും ഒരടവ് മാത്രം മുടങ്ങിയതിന്റെ പേരിലുള്ള കടുത്ത ഭീഷണിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് വഴിവെച്ചതെന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. മൃതദേഹം വിട്ടുകിട്ടിയാൽ നാളെയാവും സംസ്കാരം എന്നതാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിയുന്നതും. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് കോയമ്പത്തൂരിൽ മാനാണെന്ന് കരുതി യുവാവിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ബന്ധുക്കൾ അറസ്റ്റിൽ. കാരമട വെളിയങ്കാട് കുണ്ടൂർ സ്വദേശി കെ മുരുകേശൻ, അൻസൂർ സ്വദേശി എൻ പാപ്പയ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. സുരണ്ടൈമല സ്വദേശി സഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ കുട്ടിയുടെ കളിപ്പാട്ടത്തിനിടയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. സർപ്പ വോളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കൊടിയേരിയാണ് രാജവെമ്പാലയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് സംഭവം. വീട്ടിലെ ആളുകൾ രാത്രി വീടിന് പുറത്തിറങ്ങിയ സമയത്താണ് ഇലക്ട്രോണിക് ടോയ് കാറിന്റെ അടിയിൽ നിന്ന് ശബ്ദം കേട്ടത്. തുടർന്ന് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ കളിപ്പാട്ടക്കാറിന്റെ അടിയിൽ രാജവെമ്പാലയെ കണ്ടെത്തുകയായിരുന്നു. ഏതാണ്ട് 6 അടിയോളം നീളമുണ്ടായിരുന്ന രാജവെമ്പാലയെ കണ്ട് ഭയന്ന വീട്ടുകാർ ഉടൻ തന്നെ ആളുകളെ വിളിച്ചുകൂട്ടി. സർപ്പ വളണ്ടിയറും മാർക്കിന്റെ പ്രവർത്തകനുമായ ബിജിലേഷ് കൊടിയേരി വീട്ടിലെത്തി പാമ്പിനെ പിടികൂടി. മഴക്കാലമാണ്, നമ്മൾ നല്ല രീതിയിൽ കരുതലോടെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണ്. പാമ്പുകൾ വീട്ടിൻ്റെ പരിസരത്തും വീടുകളിലേക്കും കയറി വരാം. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. കൂട്ടിയിട്ട വസ്തുക്കൾ എടുക്കുമ്പോൾ നമ്മളൊരു വടി കൊണ്ട് തട്ടി മാറ്റുകയോ മറ്റു ചെയ്യുക. അതേപോലെ തന്നെ രാത്രി വെളിച്ചമില്ലാത്ത ഭാഗത്തുകൂടി സഞ്ചരിക്കുമ്പോൾ കയ്യിൽ വെളിച്ചം കരുതുക. പാമ്പിനെ പിടികൂടി കൊണ്ടുപോയതോടെ നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും വലിയൊരു ഭീതിയാണ് ഇല്ലാതായത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ കാട്ടിൽ നിന്നായിരിക്കാം പാമ്പ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് നിഗമനം. ജനം, കണ്ണൂർ. പാലക്കാട് കഞ്ചിക്കോട് കാട്ടാന ഇറങ്ങി. കഞ്ചിക്കോട് അസിസി സ്കൂൾ പരിസരത്താണ് ആന ഇറങ്ങിയത്. തെങ്ങും മാവും വാഴയും നശിപ്പിച്ചു. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയുടെ 200 മീറ്റർ അടുത്തുവരെ ആന എത്തി. വയനാട് ബത്തേരി നമ്പ്യാർകുന്നിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കുറച്ചുനാളായി സ്ഥലത്ത് ഭീതി പരത്തിയ പുലിയാണ് കുടുങ്ങിയത്. മൂന്നാറിൽ ജീപ്പ് 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. ഒരു മരണം. മൂന്നാർ പോത്തമേടാണ് അപകടം. അപകടത്തിൽപ്പെട്ടത് ചെന്നൈ കോയമ്പേട് ഊരപ്പാക്കം സ്വദേശികൾ. ഒരു കുട്ടിയടക്കം 11 പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് സമീപം കേബിൾ പൊട്ടിവീണ അധ്യാപകന് പരിക്കേറ്റു. വൈഫൈ കേബിൾ പൊട്ടിവീണാണ് ബൈക്ക് യാത്രികനായ അധ്യാപകന് പരിക്കേറ്റത്. ലഞ്ചനത്ത് LP സ്കൂൾ അധ്യാപകൻ സജ്ജാദ് റഹ്മാനാണ് പരിക്കേറ്റത്. രാവിലെ സ്കൂളിൽ പോകുന്നതിനിടെയായിരുന്നു സംഭവം. അധ്യാപകൻ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി.
കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് അട്ടൂരിനെ കാണാതായിട്ട് 2 വർഷമാകുമ്പോഴും എങ്ങും എത്താതെ അന്വേഷണം. പുതിയ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അന്വേഷണം ഊർജിതമാക്കുകയാണെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. പുതിയ തെളിവുകൾ ശേഖരിക്കുന്നതിനൊപ്പം ലഭിച്ച തെളിവുകൾ പുനഃപരിശോധിക്കാനുമാണ് നീക്കം. അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. ആദ്യം നടക്കാവ് പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും ഏറ്റെടുത്ത കേസാണ് 2 വർഷമാവാറായിട്ടും എങ്ങുമെത്താതെ കിടക്കുന്നത്. 2023 ഓഗസ്റ്റ് 21 അരയിടത്തുപാലത്തെ ഓഫീസിൽ നിന്നും പുറത്തേക്കു പോയ മാമിയെ കാണാതാകുന്നത്. കാണാതായി 679 ദിവസം തികഞ്ഞ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പുതിയ ആക്ഷൻ പ്ലാനുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് 292 ദിവസമായി. അടുത്തിടെ പഴയ സംഘത്തെ മാറ്റി പുതിയ സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിലെ ഈ സംഘമാണ് പഴയ തെളിവുകൾ വീണ്ടും പരിശോധിക്കാനും പുതിയ തെളിവുകൾ വേഗത്തിൽ കണ്ടെത്താനും തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണ പുരോഗതിയിൽ പ്രതീക്ഷയിലാണ് കുടുംബവും. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ട് കുറേ എവിഡൻസ് എല്ലാം അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം അവർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും 2 ഇയർ ആവാനായി. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, എവിഡൻസ് ഒന്നും കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടാവും. അല്ലാത്ത രീതിയിൽ അവർ നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. മാമിയുടെ 2 ഫോണുകളും ഒന്നിച്ചോഫായ തലക്കുളത്തൂർ ഭാഗത്തെ വിവിധ മൊബൈൽ ടവറുകളിൽ നിന്ന് ആ സമയത്ത് സജീവമായിരുന്ന കൂടുതൽ ഫോൺ നമ്പറുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ഇതിൽ 14 നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മാമി അവസാനമായി തലക്കുളത്തൂരിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നപ്പോൾ കൂടെ 3ഓ അതിലധികമോ ആളുകളുടെ ശബ്ദം കേട്ടിരുന്നതായി ഭാര്യ മൊഴി നൽകിയിരുന്നു. മുമ്പ് ചോദ്യം ചെയ്തിരുന്നവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പുനഃപരിശോധനയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിക്കും അന്വേഷണം മുന്നോട്ടു പോവുകയാണ്. ജനം, കോഴിക്കോട്. ആലപ്പുഴ സൈനിക കൂട്ടായ്മ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച നായിക് VN രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഘർ ഘർ ശൗര്യ സമ്മാൻ മഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ചേപ്പാട് നായിക് രാധാകുമാർ സ്മൃതി മണ്ഡപത്തിൽ കാർഗിലിൽ നിന്നും വന്ന സൈനികരും NCC കേഡറ്റുകളും സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സൈനിക കൂട്ടായ്മ അംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് NGO സംഘിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. NGO സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് J മഹാദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RK പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി M നാരായണൻ സ്വാഗതവും ട്രഷറർ പ്രശാന്ത് TN നന്ദിയും പറഞ്ഞു. കായിക വാർത്തകൾ നോക്കാം. ലിയോണൽ മെസ്സി ഇന്റർ മിയാമി വിട്ടേക്കും. 2026 ലോകകപ്പിന് 6 മാസം മുൻപെങ്കിലും മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറാൻ മെസ്സി തീരുമാനമെടുത്തു എന്നാണ് സൂചന. അർജന്റീന ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മാറ്റം അനിവാര്യമെന്ന് മെസ്സി പറഞ്ഞതായി ESPN റിപ്പോർട്ട് ചെയ്തു. മയാമിയിൽ ഈ വർഷം അവസാനം കരാർ അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം എന്നറിയുന്നു. പഴയ തട്ടകമായ ബാഴ്സയിലേക്ക് മെസ്സി തിരികെ എത്തുമെന്നും സൂചനയുണ്ട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മാന ഘടന പരിഷ്കരിച്ചിട്ടും വിൽപ്പനയിലുണ്ടാകുന്നത് വൻ ഇടിവ്. ജീവിതമാർഗം തേടി ലോട്ടറി വിൽപ്പന തൊഴിലാക്കിയവർ കടുത്ത നിരാശയിൽ. 1 ലക്ഷത്തിന്റെ സമ്മാനം നിർത്തിയതും ലോട്ടറി വില വർധനയും തിരിച്ചടിയായെന്നും വിൽപ്പനക്കാർ പറയുന്നു. ഞങ്ങളുടെ ജീവിതമാർഗ്ഗം, ഞങ്ങളുടെ ഭക്ഷണങ്ങൾ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ, ഞങ്ങളുടെ മരുന്നുകൾ എല്ലാം ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നവരാ. ഇപ്പോൾ ഈ കുറഞ്ഞൊരിട കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കച്ചവടം പലരും നിർത്തി കഴിഞ്ഞ്. ഞങ്ങൾ എന്നിട്ടും കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, ഇന്നല്ലേ നാളെ കിട്ടും എന്നുള്ള ആ ഒരു ഇതിലാണ് പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കിട്ടുന്നില്ല. ഓരോ ദിവസവും ഞങ്ങൾ നടുക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 110 ടിക്കറ്റ് എടുത്താൽ 60, 40, 30 ടിക്കറ്റൊക്കെ ഞങ്ങളുടെ കയ്യിൽ മിച്ചം വരുന്നത്. ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനമാർഗം തേടുന്ന ഏതൊരാളുടെയും അവസ്ഥ ഇതിന് സമാനമാണ്. പാതി ലോട്ടറി പോലും വിറ്റുപോകാതെ കടക്കണിയിലാകുന്ന ഈ കൂട്ടരിൽ പലരുടെയും കുടുംബം ഇന്ന് മുഴുപട്ടിണിയിലാണ്. ലോട്ടറിയുടെ വിലവർധനയും സമ്മാനങ്ങളുടെ കുറവും ഒരുപോലെ വിൽപ്പനയെ ബാധിച്ചിട്ടുണ്ട്. 50 ടിക്കറ്റ് 40 ടിക്കറ്റൊക്കെ മിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മൾ കടക്കാരനായിട്ട് പോവുകയാണ്. ടിക്കറ്റ് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്.
അത് ഒന്നില്ലെങ്കിൽ 40 രൂപ ആക്കണം. അതുപോലെ പ്രൈസ് ഘടനയും കൂട്ടണം. കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹിച്ച് നമുക്കെന്തെങ്കിലും കിട്ടും. കച്ചവടമൊക്കെ ഒരുപാട് നിർത്തി വരികയാണ് ആൾക്കാർ. ഒരുപാട് ആൾക്കാർ നിർത്തി വന്നിരിക്കുകയാണ്. ഇതിനോട് കാരണം ഇതുകൊണ്ട് നടന്നിട്ട് രക്ഷയില്ല. ലോട്ടറി വാങ്ങുന്നവരും കടുത്ത നിരാശയിലാണ്. സമ്മാനം കിട്ടാക്കനിയായി. 2000-ൻ്റെ സമ്മാനം കുറച്ചതും 1,00,000-ൻ്റെ സമ്മാനം തീർത്തും നിർത്തിയതും മുമ്പ് 50 രൂപയുടെ ലോട്ടറിക്ക് നൽകിയിരുന്നതിലും സമ്മാനം കുറച്ചതും മനം മടിപ്പിക്കുന്നതായി ഭാഗ്യാന്വേഷകരും പറയുന്നു. ഞാൻ ഡെയിലി ഒരു നേരത്തേക്ക് 600-ഉം 700 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് എങ്ങനെയായാലും ഒരു 300 രൂപ ടിക്കറ്റ് ഒരു ദിവസത്തിൽ എടുക്കുന്ന ആളാണ്. ഇപ്പോൾ ലോട്ടറി എടുപ്പ് വളരെ കുറച്ചിരിക്കുക. ഇപ്പോൾ 6, 7, 8 ടിക്കറ്റൊക്കെ എടുത്ത സമയം അത് പോയിട്ട് ഇപ്പോൾ 2 ടിക്കറ്റൊക്കെയാണ് എടുക്കുന്നത്. 1,00,000-ൻ്റെ നിർത്തി. അതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്കൊരു അടിക്കടിക്കുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ. ലോട്ടറി ഹരമാക്കിയവർ പോലും വാങ്ങുന്ന ലോട്ടറിയുടെ എണ്ണം കുറച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് വിൽപ്പനക്കാർ നേരിടുന്നത്. അനാരോഗ്യവും ശാരീരിക വൈകല്യവും നേരിടുന്നവരടക്കം ജീവനോപാധിയായി കണ്ടിരുന്ന ഈ മേഖലയാണ് പരിഷ്കാരത്തിലൂടെ ഇല്ലാതാകുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ട്രെയിനുകളിൽ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഇന്നു മുതൽ ആധാർ നിർബന്ധം. തൽക്കാൽ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സാധാരണ ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണ് ആധാർ നിർബന്ധമാക്കുന്നത്. ജൂലൈ 15 മുതലുള്ള ബുക്കിംഗുകൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള OTP സ്ഥിരീകരണവും നിർബന്ധമാക്കും. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സൗകര്യം വർദ്ധിപ്പിക്കാനുമാണ് ആധാർ നിർബന്ധമാക്കുന്നത്. തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഇന്നു മുതൽ റെയിൽവേ മന്ത്രാലയം ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ നടപടികൾ ശക്തിപ്പെടുത്തി. തൽക്കാൽ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സാധാരണ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണ് ആധാർ നിർബന്ധമാക്കുന്നതെന്ന് ജൂൺ 10 പുറപ്പെടുവിച്ച സർക്കുലറിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇക്കാര്യം എല്ലാ സോണലുകളെയും അറിയിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ ഇന്നു മുതൽ തൽക്കാൽ സ്കീമിന് കീഴിലുള്ള ടിക്കറ്റുകൾ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നതിന് ആധാർ നിർബന്ധമാണ്. ആധാർ ഉള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ മാസം 15 മുതലുള്ള ബുക്കിംഗുകൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള OTP സ്ഥിരീകരണവും നിർബന്ധമാക്കും. അതേസമയം ടിക്കറ്റ് ബുക്കിംഗ് പ്രക്രിയ ലളിതമാക്കുന്നതിന് ആധാർ IRCTC അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്യാനും ആധികാരികമാക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് ടിക്കറ്റ് ബുക്കിംഗ് പ്രക്രിയ ലളിതമാക്കുവാനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാനും സൗകര്യം വർദ്ധിപ്പിക്കുവാനുമാണ് ആധാർ നിർബന്ധമാക്കുന്നത്. അനധികൃത യാത്രക്കാരെ തടയുവാൻ കൂടിയാണ് റെയിൽവേ പുതിയ സൗകര്യം കൊണ്ടുവരുന്നത്. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.